അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെയാന്ന് നോക്കിയാലോ. ആദ്യത്തെ ടിഫിൻ ഉണ്ടോ നോക്കാം. 1 2 3 4 5 ടിഫിനുണ്ട്. ആദ്യം ഇത് തിന അരിയാണ്, അതായത് മില്ലറ്റ് റൈസ് തന്നെ. തിനയുണ്ട്, ചാമയുണ്ട്, പിന്നെ ഇപ്പം പിക്കിൾ ഉണ്ടായിരുന്നു, അടുത്ത് മാറ്റി വെച്ചു. ഇത് വെള്ളരിക്ക തക്കാളിയൊക്കെ ഇട്ട് കൂട്ടാൻ തേങ്ങ അരച്ച് വെച്ചത്. ഇത് വെണ്ടയ്ക്ക കടലമാവിട്ട്. ഇത് പപ്പടം, എയർ ഫ്രൈഡിൻ്റെ പപ്പടമാണ്. ഇത് നമുക്ക് 4 മണിക്ക് കഴിക്കാൻ അഞ്ചിർ അല്ലെങ്കിൽ എന്താ പറയുന്നതിന് ഡ്രൈ ഫ്രൂട്ട്സാണ്. പിന്നെ നാരായണൻ്റെ ടിഫിൻ. ഇത് കോളിഫ്ലവറിൻ്റെ ഉപ്പേരിയാണ്. ഇത് നാരായണൻ്റെ മുളേഷ്യ എന്ന് പറയുന്ന ഇതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ട് കൂട്ടാനാണ്. ഇത് റൈസ്, നാരായണൻ്റെ വെള്ളയരി. ഇത് ഞാൻ നൂഡിൽസ് രാവിലെ ഉണ്ടാക്കിയാണ്. മില്ലറ്റ് നൂഡിൽസാണ് കേട്ടോ, മേടിക്കാൻ കിട്ടും. ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ടതാണ്. നൂഡിൽസ് മാത്രം അവരുടെ മില്ലറ്റിൻ്റെ. അപ്പോൾ ഇത് പപ്പടം എടുക്കാം. രാവിലത്തെ കുറച്ച് അധികം വന്നതുകൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് നാരായണൻ കൊണ്ടുവന്ന കോളിഫ്ലവർ. ഇത് കൂട്ടാൻ, മൊളേഷ്യൻ പറഞ്ഞ കൂട്ടാൻ. ഇത് വെണ്ടയ്ക്ക കടലമാവിലിട്ടത്. പിന്നെ നമ്മുടെ വെള്ളരിക്ക, ദാല്, തക്കാളിയൊക്കെ ഇട്ട കൂട്ടാൻ, തേങ്ങയ്ക്ക് അരച്ചത്. പിന്നെ പിക്കിളെടുത്തു. അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കാം. ഇന്ന് ആക്ച്വലി തൈര് കൊണ്ടുവന്നിട്ടില്ല. തൈരുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. സാധാരണ തൈര് അതിനകത്ത് വെക്കാറുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. അപ്പം തൈര് പ്രോട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് തൈരെന്നും ഞാൻ കൂട്ടാറുണ്ട്. പിന്നെ എയർ ഫ്രൈഡിലിട്ട പപ്പടം. അപ്പോൾ എണ്ണ വളരെ കുറവാണ്.